യെസ്, ഈ വിഷയത്തിൽ ABVP സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള അധ്യാപകൻ ശ്രീ അരുൺ മോഹൻ കൂടി ചേരുന്നു. സ്വാഗതം അരുൺ മോഹൻ. നമ്മൾ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉള്ള ഇത്തരം സംഭവങ്ങൾ മൂലം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത ഇത് ബന്ധപ്പെട്ടവർക്ക് തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പൂക്കോട് മുതലുള്ള ചരിത്രം നോക്കിയാൽ അറിയാം. അവിടെയും പാർട്ടിയോട് സ്വാധീനമുള്ള തങ്ങളുടെ ഇഷ്ടക്കാരെ വീണ്ടും അതേ സ്ഥാനങ്ങളിൽ അവർക്ക് കസേര ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നാളെ ഒരിക്കൽ ഒരു തെറ്റുണ്ടായാൽ അത് ഉണ്ടാകാതിരിക്കാനുള്ള യാതൊരു നടപടിയുമില്ല. ഇപ്പോൾ കണ്ണൂർ എന്ന് പറയുന്നത് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ജില്ലയാണ്. ഈ നാട് ഭരിക്കുന്ന പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇന്നേ വരെ, ഈ നിമിഷം വരെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ പറയാം നടപടി സ്വീകരിച്ചു, അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയാം. പക്ഷേ ഇത്തരമൊരു അധ്യാപകനെതിരെ ഒരു വിദ്യാർത്ഥി ഒരു പരാതി ഉന്നയിക്കുമ്പോൾ കൃത്യമായ നടപടി സ്വീകരിക്കാതെ പോയതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്? ഭരണവർഗത്തിന് നട്ടെല്ലുണ്ടെങ്കിൽ ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുമോ? SFIയെ പോലുള്ള പ്രസ്ഥാനങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവർ ജാതിവരിക്കെതിരെ വടക്കേ ഇന്ത്യയിൽ എന്തെങ്കിലും നടന്നാൽ നടുറോഡിൽ ഇറങ്ങി ബസ് തടഞ്ഞ് സമരം നടത്തി ഇവിടെ ശക്തി കാണിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ മൗനത്തിലാണ്. എന്താണ് അരുൺ മോഹൻ ഇക്കാര്യത്തിൽ ABVPയുടെ അഭിപ്രായം? വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രതിനിധികൾ ഈ വിഷയം അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായി അവരെ ബന്ധപ്പെടുകയും ഇതിന്റെ യാഥാർത്ഥ്യം കൂടുതലായി അറിയുവാൻ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ഒരു വലിയ പ്രത്യേകത ശ്രീ വിനോദ് പറഞ്ഞ വളരെ ശരിയാണ്. എന്ത് കാര്യത്തിലും കക്ഷി രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കുന്നത് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മുമ്പ് പറഞ്ഞതുപോലെ വടക്കേ ഇന്ത്യ, ഞാനിപ്പോൾ ഈ റിപ്പോർട്ട് കാണുന്ന സമയത്ത് ചിന്തിക്കുകയായിരുന്നു, ഈ അധ്യാപകന്റെ പേര് റാമെന്നാണ്. അയാളുടെ ജാതിയോ അയാളുടെ മതമോ പേര് കേട്ടിട്ട് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കേരളത്തിൽ ഇത് മാത്രമായിരിക്കും പൊതു സമീപനം. കേരളത്തിൽ ആദ്യമായി ഈ ജാതി തിരിഞ്ഞ് ചിന്തിച്ച് ഒരു നറേറ്റീവ് സൃഷ്ടിച്ച് അതിനകത്ത് തങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന വിഷയമാണെങ്കിൽ ഇടപെടാം എന്നൊരു സമീപനം ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി സംഘടനകളും ചിന്തിക്കുന്നത് കേരളത്തിന് അങ്ങേയറ്റം അപമാനകരമായ കാര്യമാണ്. നമ്മൾ പരിശോധിച്ച് നോക്കൂ. പൂക്കോട് വെറ്റിനറി കോളേജിലെ കാര്യം പറഞ്ഞു. ഈ പത്തനംതിട്ട ജില്ലയിൽ, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കൊക്കെ ഓർമ്മയുണ്ടാവും, ഒരു 2 വർഷം മുമ്പ് ഒരു അമ്മു സജീവൻ, ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു അമ്മു സജീവൻ. അമ്മു കോളേജ് ഹോസ്റ്റലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ച സംഭവം ഉണ്ടായി. അതിൽ ആരോപണ വിധേയനായ അധ്യാപകൻ ഇന്നും പ്രമോഷനോടുകൂടി കേരളത്തിൽ ജോലി ചെയ്യാം. ഈ ഇൻട്രോയിൽ സൂചിപ്പിച്ചത് എത്ര കൃത്യമാണ്. അദ്ദേഹത്തിന്റെ പേര് സജി ജോസഫ് എന്നാണ്. എനിക്ക് ആ പേര് പറയാൻ ഒരു മടിയില്ല. ആ വിഷയത്തിൽ കക്ഷി ചേർന്നിട്ടുള്ള ഒരു പൊതുപ്രവർത്തനം കൂടിയാണ് ഞാൻ. ഇതിന്റെ എൻക്വയറി നമ്മൾ പാരലായിട്ട് അന്വേഷിച്ച സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് ആഭ്യന്തര വകുപ്പ് ഒന്നാകെ പ്രതികൾക്ക് ഒത്താശ ചെയ്തു. അത് അവസാനം എന്ത് സംഭവിച്ചു? ആ കുട്ടിയുടെ അച്ഛന്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം ഇന്ന് ഈ കേസ് അന്വേഷിച്ച പ്രധാനപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റത്തിന് വിധേയരായി, അവർ സസ്പെൻഷന് വിധേയരായി. ഇങ്ങനെ അതും ലക്ഷക്കണക്കിന് രൂപ മുടക്കി സുപ്രീം കോടതിയിൽ വരെ പോയതിനു ശേഷമാണ് അദ്ദേഹം നേടിയെടുക്കുന്നത്. അപ്പൊ സാമാന്യ നീതി ലഭിക്കണമെങ്കിൽ സാമ്പത്തികം കുറവുള്ളവർക്ക്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക്, സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് കേരളത്തിൽ ജുഡീഷ്യറിയെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊരു സൊല്യൂഷനും ഇല്ല എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ അവിടേക്കൊന്നും പോകാതെ തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം നോക്കാതെ ഒരുപക്ഷെ ഈ അമ്മു സജീവന്റെ കേസിൽ ഉൾപ്പെടെ സർക്കാരിന് നടപടി സ്വീകരിക്കാമായിരുന്നു. ആ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ നീക്കം എന്താണ്? പ്രമോഷനോടുകൂടി ആ അധ്യാപകനെ മറ്റൊരു കോളേജിലേക്ക് പോസ്റ്റ് ചെയ്യും. അദ്ദേഹം കേരള കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്, നേതാവാണ്, ഘടകകക്ഷിയിൽപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ്. അതുകൊണ്ട് അവരെ പ്രീണിപ്പിച്ച് നിർത്താൻ, ആ കുട്ടി നഷ്ടപ്പെട്ടു പോയ വേദന ഉള്ള മാതാപിതാക്കളെ കുറിച്ചുള്ള ചിന്ത ഇവർക്കില്ല. താനൊരു അച്ഛനാണ്, താനൊരു പിതാവാണ്, തന്റെ കുഞ്ഞിനും ഈ ഗതി ഉണ്ടാകുമെന്ന് ഇവിടെ ഓരോ രാഷ്ട്രീയക്കാരനും പ്രബുദ്ധരായ കേരളത്തിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ വിചാരിച്ചാൽ ഈ പ്രശ്നമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവരുടെയൊക്കെ പ്രയോറിറ്റി ഇതിനൊന്നുമല്ല. ഇപ്പൊ പുലയക്കുടിൽ തീർത്ത സംഘടനയാണ് SFI. നമുക്കറിയാം, നാട്ടകം പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിലെ പുറത്തെഴുതുകയാണ് പുലയക്കുടിൽ. അപ്പോൾ ചില വാക്കുകൾ, ചില പരാമർശങ്ങൾ, നമ്മളൊക്കെ പുറത്ത് വലിയ രീതിയിലുള്ള നവോത്ഥാനവും വിപ്ലവവും പറയുന്ന സമയത്ത് ഉള്ളിന്റെ ഉള്ളിലെ ജാതി വെറി, ഞാനിതൊരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയെ മാത്രം പറയുന്നതല്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. എനിക്ക് അങ്ങനെ ചികഞ്ഞ രാഷ്ട്രീയം കണ്ടുപിടിക്കുന്ന സ്വഭാവം എനിക്കില്ല. പക്ഷേ ഇത് എത്ര നമ്മുടെ പൊയ്യിൽ
അപ്പച്ചൻ പൊയ്കൽ കുമാര ഗുരുദേവൻ ശ്രീകുമാര ഗുരുദേവൻ പാടിയിട്ടുണ്ട്, പുലയരെല്ലാരും കൂടി സംഭവരായാലും എന്താ പുലയന്റെ പുല മാറുമോ. നമ്മൾ ഇന്നും എത്ര പ്രസക്തമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ 2026 ഒരു വിഭാഗത്തെ കോളനിവൽക്കരിച്ചുകൊണ്ട്, ഇപ്പൊ കോളനികളുടെ പേര് ഉന്നതികളെന്നായി മാറിയത് എന്നു മുതലാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇപ്പൊ കാഴ്ചപ്പാടിൽ പോലും പേരുകൾ നിർദ്ദേശിക്കുന്നതിൽ പോലും കോളനികളെ ഇല്ലാതാവണം എന്ന് പറയുന്ന ഒരു മഹത്തായ സങ്കല്പത്തിന്റെ പാരമ്പര്യം പിൻപറ്റി മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കാര്യം നമ്മുടെ പാരമ്പര്യം അതാണ്. കുമാര ഗുരുദേവനാണെങ്കിലും അയ്യങ്കാളിയാണെങ്കിലും ഈ ചട്ടമ്പി സ്വാമികളാണെങ്കിലും മന്നത്ത് പത്മനാഭനാണെങ്കിലും ആർ ശങ്കറാണെങ്കിലും ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ഈ ഒരു പാരമ്പര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈ അല്പം മുമ്പ് ശ്രീ വിനോദ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ ആശാന്റെ വരികളൊക്കെ വീണ്ടും എല്ലാ ദിവസവും പാടേണ്ട സാഹചര്യം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഗൗരവപരമായി തന്നെ നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതാണ്. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. വടക്കേന്ത്യയിലാണെങ്കിൽ അധ്യാപകന്റെ പേര് റാം എന്നാണ്. ക്രൂരമായി മാനസിക പീഡനം അനുഭവിച്ച് ആത്മഹത്യയോ അല്ലെങ്കിൽ കൊലപാതകമോ ഇത് സംഭവിച്ചത് ഒരു ദളിത് കുട്ടിക്കാണ്. ഈ ഒരൊറ്റ നറേറ്റീവ് പോയ കേരളം നിന്ന് കത്താൻ. പക്ഷേ അതിന് തത്തുല്യമായ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രതികരണം ഈ കേരളത്തിൽ ഇന്നിപ്പോൾ ഉണ്ടാകുന്നു. കാര്യം എന്താ? ഇത് കേരളമാണ്, നവോത്ഥാന കേരളമാണ്. ഇതിനു മുമ്പ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന LDFന്റെ പ്രതിനിധിയുമായിട്ട് ഞാൻ ഇതേ ജനം TV-യിൽ അല്പം നാളുകൾക്ക് മുമ്പ് ഇരുന്നൊരു ചർച്ച മോണാലിസയുടെ കല്യാണമായിരുന്നു. അന്ന് വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞു, ഈ PR വർക്കിന് വേണ്ടിയിട്ട് ഇവർ ഈ കാട്ടിക്കൂട്ടുന്നതിനകത്ത് എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ട്. അന്ന് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു, നിങ്ങളുടെ പ്രധാനപ്പെട്ട മന്ത്രിയും അതുപോലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട MP-യും ഉൾപ്പെടെ പോക്സോ കേസിൽ അകത്ത് പോകുന്ന സാഹചര്യമുണ്ട്. അത് തന്നെ പരിഹസിച്ച് ചിരിക്കുകയാണ് ഉണ്ടായത്. ഇന്നലെ വാർത്ത വന്ന ഏതായാലും നമുക്ക് മനസ്സിലാക്കി കാണുമല്ലോ. ഞാൻ പറഞ്ഞത്, അപ്രസക്തമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ചെറിയ ഗൗരവം ഈ കുഞ്ഞുങ്ങളുടെ ഇത്തരം വിഷയങ്ങളിൽ കാണിച്ചിരുന്നെങ്കിൽ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അമ്മു സജീവിന്റെ കേസിൽ സമാനമായി ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒന്ന് പറഞ്ഞത്. രാത്രി 11 മണിക്ക് ഈ കുട്ടി വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചതായി അതിന്റെ ബന്ധുക്കൾ പറഞ്ഞത് നമ്മൾ കണ്ടു. 2 മണിക്കൂർ ശേഷം ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ച് ഒരു മെന്റൽ ഹരാസ്മെന്റിന് ഈ കുട്ടി വിധേയമായിട്ടുണ്ടെങ്കിൽ, കൊടിച്ചിപ്പട്ടി എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ കുട്ടികളുടെ മുഴുവൻ മുന്നിൽ വെച്ച് ഒരു കുട്ടിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ നിറത്തിന്റെ പേരിൽ അത് മറ്റു കുട്ടികൾക്ക് മുമ്പിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിന്റെ അച്ഛൻ ഒരു പെയിന്റിംഗ് തൊഴിലാളി ആയതുകൊണ്ടും അമ്മ തൊഴിലുറപ്പിന് പോകുന്ന ഒരു തൊഴിലാളി ആയതുകൊണ്ടും മറ്റുള്ളവരുടെ മുന്നിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വന്ന ഈ കുഞ്ഞ് അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സാക്ഷര കേരളം ഒന്നാകെ തലകുനിച്ച്, ഞാനും നിങ്ങളും ഒന്നാകെ തലകുനിച്ച് നിൽക്കേണ്ട ദൗർഭാഗ്യകരമായ സാഹചര്യത്തിലൂടെയാണ് ഈ 2026 ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥിന്റെ അമ്മ സൂചിപ്പിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. SFI ക്രിമിനലുകളായ കുട്ടികൾ ഇന്നും സ്വൈര്യ വിഹാരം നടത്തുകയാണ്. അവർക്കിതൊരു പ്രശ്നമേ അല്ല. കോമ്പസ് ഉപയോഗിച്ച് പുലയൻ അല്ലെങ്കിൽ പുലയക്കുടിൽ എന്നൊക്കെ ഒരു കുഞ്ഞിന്റെ പുറത്തിടുന്നതും അത് താമസിക്കുന്ന ഹോസ്റ്റലിന് പുറത്തിറങ്ങിയതും ഒരു 10 വർഷത്തിന്റെ ഗ്യാപ്പായിരുന്നെങ്കിൽ ഒരു മാറ്റവും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമായി, അവസാനത്തെ ഉദാഹരണമായി മാത്രമാണ് നമുക്ക് ഈ വിഷയത്തെ കാണാൻ സാധിക്കുന്നത്. യെസ്, വളരെ വ്യക്തമാണ്.